നന്മയുള്ള പ്രവൃത്തി ആര് ചെയ്താലും അത് ആളുകളിലേക്ക് എത്തിക്കണം, ഒപ്പം അവരെ അഭിനന്ദിക്കുകയും വേണം. അങ്ങനെ ഒരാളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. വടകരയിലെ ഓട്ടോ ഡ്രൈവറായ മേപ്പയിൽ സ്വദേശി പുതിയടത്ത് താഴെക്കുനി ജിമേഷിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ ഓട്ടോയിൽ യാത്രക്കാരൻ മറന്നു വെച്ച 7 ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉടമയ്ക്ക് തിരികെ കൈമാറി മാതൃകയായിരിക്കുകയാണ് ഈ ഒരു ഓട്ടോ ഡ്രൈവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ ഒരു സംഭവം നടന്നു. പോലീസ് സ്റ്റേഷനിലെത്തി സാധനങ്ങളൊക്കെ കൈമാറി. അതിനുശേഷമാണ് നമ്മൾ ജിമേഷിനെ തേടിയെത്തിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു സംഭവം? എത്ര മണിക്കായിരുന്നു? വടകര 3:45 വടകര റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ ഒന്നുമില്ലായിരുന്നു. അയാളെ തന്നെ പാഞ്ഞ് എൻ്റെ വണ്ടിക്കാരൻ എന്നോട് പറഞ്ഞ് ഇടച്ചേരി പോകണം. അങ്ങനെ ഒക്കെ റെഡി എന്നുള്ള കാര്യമൊക്കെ തന്നെ അപ്പോൾ കുറച്ച് ഇടപെടി ജംഗ്ഷനിലെത്തുമ്പോൾ നോക്കുമ്പോൾ ബേക്കറിയിൽ നിന്ന് ചിപ്സ് വേണമെന്നല്ല. അപ്പോൾ അവിടെ ബേക്കറി അടുത്ത് കണ്ടപ്പോൾ ബേക്കറി കുറച്ചും കൂടി നല്ലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങാൻ തന്നെയല്ല. നമ്മൾ വണ്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയി. ആ ഗ്യാപ്പിൽ അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞില്ല ഞാൻ അറിയില്ല. ഏകദേശം കൈനാട്ടിയെത്തി ജസ്റ്റ് ബാഗ് തിരിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിയിൽ ആളില്ല. 2 ബാഗ് വണ്ടിയിൽ കിടക്കുന്നു. നേരെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആൾ പോലീസ് സ്റ്റേഷനിലുണ്ടേനും ആൾക്ക് കൈമാറി. അപ്പം തന്നെ കൈമാറി ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വീട്ടിലെ കാലില്ലാതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു അഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട്. അപ്പോൾ സ്റ്റേഷനിൽ അവർ വന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കൈമാറി. അപ്പോൾ എല്ലാ സാധനങ്ങളിലും പോലീസ് മുഖേന ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഇല്ലാതെ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വന്നിട്ടാണ് അടുത്ത് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ പൊതുവെ ഓട്ടോ ഡ്രൈവർമാരെ കൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. അതുകൊണ്ടാണ് ഈ ഒരു നല്ല പ്രവൃത്തി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കരുതലോടെ ശ്രദ്ധയോടെ അത് സൂക്ഷിച്ചത് കൊണ്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമാവാതിരുന്നത്. 7 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. മൊബൈൽ ഫോണോ ചാർജറും ഡ്രസ്സും കാര്യങ്ങളുടെ ബാഗത്തിനുണ്ടായിരുന്നു. ഒന്നും മിസ്സായിക്കില്ല. എല്ലാം തിരിച്ചേൽപ്പിച്ച് എല്ലാം ഓക്കെ എന്നാണ് പോലീസ് വിട്ടുപോയി. അപ്പോഴേക്കും ഒരുപാട് വൈകിയോ? ഒരുപാട് ഏകദേശം 9 മണിയായി. 7:45 തന്നെയാണ് സംഭവം നടന്നത്. എല്ലാം കൂടെ സ്റ്റേഷൻ നല്ല ഇറങ്ങി റിലീസായി വരുമ്പോൾ ഏകദേശം 9 മണിയായി. പിന്നെ പോലീസ് അത് എന്നോട് ചോദിച്ച് ഞങ്ങൾ തന്നെ അങ്ങ് കൊണ്ടായി കൊടുക്കണതാണ്. ഞാൻ പറഞ്ഞു വീട്ടിൽ ആളില്ലാത്ത പ്രശ്നം കൊണ്ട് എനിക്ക് പറ്റൂല, വേറെ വണ്ടി പോകണം, അങ്ങനെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ തിരിച്ചു വന്നു. എത്ര കാലമായി ഓട്ടോ ഡ്രൈവറാണ്? ഓട്ടോ 10-15 കൊല്ലമായി വടകര തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണോ സർവീസ് ചെയ്യുന്നത്? റെയിൽവേ സ്റ്റേഷൻ ആദ്യം പോരുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ. ഇപ്പോൾ അവിടെ പാസും കാര്യങ്ങളായതിനു ശേഷം അങ്ങനെ ഒക്കെ അല്ല. അപ്പോൾ ഇന്നലെ ആളില്ലാത്തത് കൊണ്ട് വണ്ടി റെയിൽവേയിൽ വണ്ടി ഇല്ലേന്. അപ്പോൾ ഇയാൾ തന്നെ ഓടി വന്ന് എൻ്റെ വണ്ടിയിൽ കയറുകയാണ് ചെയ്തത്. അപ്പോൾ എന്നോട് തന്നെ അടിച്ചേരി പോകണമെന്നുണ്ട്, ഒന്ന് ഓൾറെഡി നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കയറി ഇടപെടി എത്തുമ്പോഴാണ് ഇയാൾ എന്നോട് പറയാണ്ട് വണ്ടിയിൽ നിന്ന് കഴിഞ്ഞത്. ഞാൻ വണ്ടി സ്ലോവും കൂടി ആക്കിയില്ല. ചെറിയൊരു ഗ്യാപ്പിലാണ് അയാൾ തന്നെ ഇറങ്ങിയതാണ്. ഡ്രൈവറോട് പറഞ്ഞില്ല, അറിഞ്ഞില്ല. വയനാട്ടിലെത്തി കുറച്ച് സ്പീഡിൽ ഞാൻ പോയത്. ജസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ആള് ബാഗിലില്ലേന്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നു. അവിടുന്ന് അതേ സ്പോട്ടിൽ ഞാൻ റിട്ടേൺ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആളുണ്ട്. അപ്പോൾ പോലീസ് മുഖേന എന്നോട് പറഞ്ഞ് വണ്ടി ഉള്ളിലെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ജസ്റ്റ് പേരും അഡ്രസ്സിലും ചോദിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെല്ലാം പേരും അഡ്രസ്സിലും പറഞ്ഞ് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു. അടച്ചേരി സ്വദേശി. അയാളെന്തോ സ്ഥലം വിറ്റ പൈസ അങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നതാണ്, ട്രെയിനിൽ വന്നതാണ്. എന്ത് തന്നെയാലും വലിയ ഒരു പ്രവൃത്തിയാണ്, നല്ലൊരു കാര്യമാണ്. കാരണം ഓരോ ഭാഗ്യം എൻ്റെ ഭാഗ്യം. സീറ്റിന്റെ ബാഗ് തന്നെ 7 ലക്ഷം രൂപ വെച്ച് അത് വീണ് മിസ്സായി. പോലീസ് നമ്മളെ സംശയിക്കും. ഓരോ ഭാഗ്യം എൻ്റെ ഭാഗ്യം കൊണ്ട് അവിടെ തിരിച്ചെത്തി. അഥവാ റോഡിലെ കുഴിയിലെങ്ങാനും വീഴുന്ന സമയത്ത് തെറിച്ചു പോകാനും സാധ്യത ഉണ്ടല്ലോ അല്ലേ? എന്തായാലും സേഫായി എത്തിച്ചു കൊടുത്തു. എന്റെയും കുറേ ഭാഗ്യമുണ്ട്. കുറെ കൂടുതൽ മൂപ്പർക്ക് സന്തോഷമായി, സന്തോഷമായി. മൂപ്പര് കരഞ്ഞു. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നഷ്ടപ്പെട്ടെന്ന് കരുതി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എൻ്റെ ഭാര്യ, ചെറിയൊരു ഭാവി, 8 മാസം പ്രായമുള്ള പെൺകുട്ടി. വടകരയിൽ തന്നെയാണ് അപ്പൊ സർവീസ്? ഇവിടെ ബസ്സിലും എല്ലാത്തിലും ഓട്ടോ, സ്വന്തമായിട്ട് വണ്ടി ട്രാവലറും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടിങ്ങനെ വീട്ടിലാളില്ലാതിനെ കൊണ്ട് ഇപ്പം അങ്ങനെ ലോങ്ങൊന്നും പോകില്ല. ലേറ്റ് ആയാലൊക്കെ പ്രശ്നമാണ്. വൺ ഡേ ട്രിപ്പ് മാത്രമേ ഉള്ളൂ.
എന്തായാലും വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തത്. വലിയൊരു കാര്യം തന്നെയാണ്. ആ 7 ലക്ഷം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്തതാണ്. പ്രതീക്ഷിക്കാതെ അത് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ചെറുതല്ല. ഉടൻ തന്നെ അദ്ദേഹം പോലീസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ തന്നെ നിങ്ങൾ അത് നോക്കി. അതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എളുപ്പമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മാതൃകയാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.